ആ തീയൊന്ന് അണയ്ക്കോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ആ തീയൊന്ന് അണയ്ക്കോ. അണയ്ക്കുക എന്നുള്ള പദം അറിയണം. അതേസമയം ആ ലൈറ്റ് ഒന്ന് അണയ്ക്കോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് പ്രയാസമില്ല അല്ലേ? കുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് എന്ന് പറയാം. ചില ആളുകൾ പറയും ക്യാൻ യു പ്ലീസ് സ്വിച്ച് ഓഫ് എന്ന് പറയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്യാൻ യു പ്ലീസും കുഡ് യു പ്ലീസും എന്താ തമ്മിലുള്ള വ്യത്യാസം? ക്യാൻ യു എന്ന് ചോദിക്കുന്നത് നമ്മുടെ സമപ്രായക്കാരോടും പ്രായത്തിൽ കുറഞ്ഞ ആളുകളോടും ആവണം. ഓക്കെ, കുഡ് യു പ്ലീസ് ചോദിക്കുമ്പോൾ ബഹുമാനം ഉള്ള ലാംഗ്വേജ് ആണത്. ഇപ്പോൾ കുഡ് യു പ്ലീസ് കം ഓവർ ദ സ്റ്റേജ്, ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വരാമോ. അപ്പോൾ ബഹുമാനാർത്ഥം നമുക്ക് എന്തും കുഡ് യു പ്ലീസും, മറ്റത് ക്യാൻ യു സമപ്രായക്കാരോടൊക്കെ. അപ്പോൾ ഇവിടെ ആ തീയൊന്ന് അണയ്ക്കോ, കുഡ് യു പ്ലീസ് പുട്ട് ഔട്ട് ദ ഫയർ, ആ തീയൊന്ന് അണയ്ക്കാമോ. ആ പുട്ട് ഔട്ട് അണയ്ക്കുക പഠിച്ചല്ലോ അല്ലേ? പക്ഷെ എന്നാൽ പുട്ട് ഔട്ട് വിട് വേറെ പദമൊന്നും കിട്ടിയിട്ടില്ല മനസ്സിൽ. എസ്റ്റിംഗ്വിഷ്ഡ് എന്ന പദം സ്കൂളിൽ പഠിച്ച ഓർമ്മയില്ലേ? ദ ഫയർ എഞ്ചിൻ കെയിം ആൻഡ് എസ്റ്റിംഗ്വിഷ്ഡ് ദ ഫയർ. ഓർമ്മയുണ്ടാവണം അല്ലേ? ഒന്നിങ്ങനെ എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കേണ്ടതുണ്ട്. ആ പദവും മറന്നുപോയിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ഷനൈസ് അക്കാഡമി കേട്ടോ. നമുക്ക് മറന്നുപോയ എല്ലാ പദങ്ങളും ഓർത്തെടുക്കാൻ വേണം. അതിനോടൊപ്പം പുതിയ പുതിയ പദങ്ങൾ ഒത്തിരി പഠിക്കാൻ വേണം. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 6 മാസമാണ്, ഡെയിലി ക്ലാസ് ആണ്. പിന്നെ ഗ്രാമറൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ എത്ര വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യും. ഇനി ഇന്റർമീഡിയറ്റ് ആണെങ്കിലോ 350 ടോപ്പിക്സ്. അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. സോ യു വെൽക്കം. താങ്ക് യു.